ചിക്കൻ കറി ഇതുപോലെ ഉണ്ടാക്കിയിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നല്ല കുറുകിയ ചിക്കൻ കറി തയ്യാറാക്കിയെടുക്കാം. ചൂടായ എണ്ണയിലേക്ക് 2 സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. കൂടെ 1 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് ഇതിന് നന്നായി ഒന്ന് വാട്ടിയെടുക്കാം. ഇനി ഇതിലേക്ക് 1 സ്പൂൺ മുളക് പൊടിയും 1 സ്പൂൺ മല്ലിപ്പൊടിയും കൂടെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് ഇതിനെ പച്ചമണം മാറുന്നവരെ ഒന്ന് വാട്ടിക്കൊടുക്കാം. ഇനി ഇതിലേക്ക് നേരത്തെ തന്നെ 1.5 സ്പൂൺ മുളക് പൊടിയും 1 സ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത് തിരുമ്മി വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കാം. ഇനി ഇതിനെ മൂടി വെച്ച് കുറച്ച് നേരം വേവിച്ചെടുക്കാം. ഇപ്പോൾ ഇതിലെ വെള്ളമൊക്കെ നന്നായി ഇറങ്ങി വന്നിട്ടുണ്ട്. ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ പേസ്റ്റാക്കിയ കൂട്ടും കൂടെ ഒഴിച്ചു കൊടുത്ത് ഇതിനെ അടച്ച് വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു വലിയ തക്കാളി അരച്ചതും കൂടെ ചേർത്ത് ഇതിനെ നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതൊന്ന് വറ്റി വരട്ടെ. വെള്ളം കുറവാണെങ്കിൽ 1 ഗ്ലാസ് ചൂട് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിനൊന്ന് അടച്ച് വെച്ച് നന്നായി ഒന്ന് വറ്റിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് 1 സ്പൂൺ കറി മസാല കൂടി ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് ഇതിനെ നന്നായി ഇളക്കി കൊടുക്കാം. ഇനി ഇതിലെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരാൻ വേണ്ടി കുറച്ച് നേരം കൂടെ അടച്ച് വെച്ചൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ വെള്ളമൊക്കെ വറ്റി വന്ന് നല്ല കുറുകിയ ചിക്കൻ കറി തയ്യാറായിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.